കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സത്യദാസിനെ ഗീതു പൂട്ടുവാണ്. കുറച്ചു കാലമായി സത്യദാസ് കിടന്ന് കളിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം സത്യദാസിന്റെ പേര് ഭാസ്കരനാണ്, അവൻ വെറും ഊച്ചാളി ഭാസ്കരനാന്നൊക്കെ വിജയലക്ഷ്മി ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗീതുവിന് ഭയങ്കര ധൈര്യമായി. പിന്നീട് വിജയലക്ഷ്മിയോട് പറഞ്ഞു, അമ്മയെ പേടിക്കണ്ടെന്ന് പറയണം, എന്നാലും എനിക്ക് പേടിയുണ്ട്. മിക്കവാറും വെഡിങ് ആനിവേഴ്സറി വെക്കണ സമയത്ത് ഇനിയിപ്പം അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയോ, ഗോവിന്ദ് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയോ രഞ്ജുവിനെ കുറിച്ചുള്ള. ഇല്ലമ്മേ, അമ്മ ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം. അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അയാൾ തല വെക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. അയാൾ ഒരു കാരണവശാലും ഇനി ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. അയാളെക്കുറിച്ചുള്ള ഇത്രയും വിവരങ്ങൾ മാത്രം മതി എനിക്ക് അയാളെ കൂട്ടാനെന്ന് പറയണം. പക്ഷെ ഗീതു, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അയാൾ അപകടകാരിയാണ്. അതുകൊണ്ടല്ലേ അയാള് രാധികയും ചേർന്ന് മാധവേടനെ കൂട്ടുപിടിച്ചിട്ട് അവസാനം അങ്ങനെയൊക്കെ സംഭവിച്ചേ. അനാർക്കലി അവരോടൊപ്പം ചേർന്നു, അവിടെയാണ് എനിക്ക് പിഴച്ചു പോയെന്ന് പറയാം. സാരമില്ല, ഇനി അമ്മ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. അമ്മ ധൈര്യമായിട്ടിരുന്നു. ഇനി അമ്മേനെ തൊടാൻ പോയിട്ട് രഞ്ജുവിനെ തൊടാൻ പോലും ആർക്കും ധൈര്യം കിട്ടത്തില്ല. ഈ ഗീതു വാക്ക് പറഞ്ഞ വാക്കല്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട് മോളെ, പിന്നെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗീതു അമ്മയെ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിലാ. സത്യദാസിന്റെ മോളല്ല രഞ്ജു, അപ്പൊ അങ്ങനെ ഒരു സമാധാനമുണ്ട്. അതിനർത്ഥം ഈ പറയുന്ന വിജയലക്ഷ്മിയുടെ ഭർത്താവല്ല സത്യദാസ് എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ തെളിഞ്ഞാനല്ലോ. രഞ്ജുവിന്റെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേനും അവർ തമ്മിൽ അച്ഛനും മകളാന്ന് അറിഞ്ഞാനല്ലോ. പക്ഷെ അതെല്ലാം അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണം. അങ്ങനെ ചില ചിന്തകളൊക്കെ ഗോവിന്ദിന്റെ മനസ്സിലുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരെ അജാസിനെ കാണാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അജാസിനെ വിളിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നൊക്കെ പറയാണ്. അങ്ങനെ അജാസ് വരുവാണ് ഗോവിന്ദനെ കാണാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൂടെ അവർണിക ഉണ്ടായിരുന്നു. അല്ല, എന്താ ഗോവിന്ദ് സാർ, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുക. അതെ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണം. ഡീറ്റെയിൽസോ? എന്ത് ഡീറ്റെയിൽസ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ഈ പറയുന്ന അമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണതോ? ഓ, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. ഡീറ്റെയിൽസ് കിട്ടിയോ? അതെ സാർ, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഭാഗവതരെ കുറിച്ച്, രാമനാഥ ഭാഗവതരെ കുറിച്ച്. അപ്പൊ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുക, റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്, മണിയയ്യർന്ന പേരെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടി. മണിയയ്യരോ? അങ്ങനെയാണെങ്കിൽ ആ താന് ദോശ മേടിക്കുന്ന കടയാണെങ്കിലോ, താൻ സ്ഥിരം നേരത്തെ മസാല ദോശ പോയി കഴിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ. ഈ പേര് കേട്ടപ്പം അവർണി ചോദിച്ചു, എന്താ സാർ, സാറിന് നല്ല പരിചയം ഉണ്ടോ നിൽക്കും. എനിക്കറിയാം, മണിയേരെ എനിക്ക് അറിയാമെന്ന് പറയണം. അങ്ങനെയാണൊരു കാര്യം ചെയ്യാം സാർ, അവിടെ പോയി ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ഈ വിജയലക്ഷ്മി അമ്മേനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചിരിക്കും. അത് മാത്രമല്ല അനാർക്കിന്റെ മോളായിരുന്നു കണ്ടെത്താനും പറ്റുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അത് മതി, അത് മാത്രം മതി എനിക്ക് കണ്ടെത്താനായിട്ട്, പല രഹസ്യങ്ങളും എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറയണം. ഇനിയിപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങാലോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോവിന്ദ് ആ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു, ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ആരായിരിക്കും മോള്? ഇത്രയും കാലമായി അനാർക്കിലിന്റെ മോളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അവർണി പറഞ്ഞു, ഇനിയിപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ഇനി അങ്ങനെ മോള് ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിക്കാതിരിക്കാൻ വഴിയില്ല, ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. എവിടെയാണെങ്കിലും ഗോവിന്ദ് സാർ ഉറപ്പായിട്ടും കണ്ടെത്തും, അവളെ നശിപ്പിക്കും. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട, ഉറപ്പായിട്ടും കണ്ടെത്തണം. അറക്കൽ കുടുംബത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവരൊന്നും വെറുതെ വിടില്ല. ഇപ്പൊ അവരെന്റെയും കൂടെ ശത്രുക്കളാന്ന് അജാസ് പറയാ. കാരണം ഒന്നുമില്ലാതെ ഇരുന്ന എന്റെ ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഇവിടം വരെ എത്തിച്ച ഗോവിന്ദ് സാറാന്ന് പറയണ. ഇത് കേട്ടപ്പോൾ അവന് പറഞ്ഞു, ആഹാ, അത്രയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടോ നിൽക്കും, പിന്നില്ലാതെ. ഇത് കേട്ടതും അവന് പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ. എൻ്റെ അച്ഛൻ്റെ കണ്ടീഷൻ അറിയാമായിരുന്നല്ലോ, ഏത് നിലയിൽ കഴിഞ്ഞിരുന്ന ആളാ, പിന്നെ വീണ്ടും ഇത്രയും വരെ എത്തിച്ചെങ്കിൽ അത് ഗോവിന്ദ് സാറ് കാരണം മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ നിലയിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു പറയണം. അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി സംസാരിച്ചങ്ങോട്ട് പോവാണ്. ഇപ്പം പണ്ടത്തെ പോലെ അവരുടെ ഇടയിൽ ശത്രുതയും കാര്യങ്ങളൊന്നുമില്ല. ശത്രുത എന്ന് പറഞ്ഞാൽ അജാസിന് അറിയാം ഇവള് തനിക്കുള്ളതാണ്, ഇനിയിപ്പോ ഇവിടെ വിട്ട് തനിക്ക് വേറെ ജീവിതം ഇല്ലെന്നുള്ള കാര്യം. അവരുടെയൊക്കെ അജാസ് എന്ന് പറഞ്ഞ ജീവനാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിലാണ് കമ്പനിയിലേക്ക് പോണേ. എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തണം. ആ സത്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ ഇനി സത്യദാസിനെ പൂട്ടാൻ പറ്റുള്ളൂ. തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെയാന്ന് അറിയണമെങ്കിൽ ആദ്യം സത്യദാസിനെ പൂട്ടിയാൽ മതിയാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ഗീതുവിന്റെ അരിയിലേക്ക് രേഖ വരുവാണ്. രേഖ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീത ചോദിച്ചു, എന്താ രേഖ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കും എന്നോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഒരു കാര്യമുണ്ട് ഗീതു, നിനക്ക് ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാം. അതെന്താ? അതെ,
ഇപ്പൊ മുറിക്കാത്തെ സത്യദാസും പിന്നെ രാധികാമ്മയും വരണേട്ടനും കേറിയിട്ടുണ്ടെന്ന് പറയണേ. സത്യദാസിന്റെ മുറിയിലുണ്ടെന്ന് പറയണേ. സത്യദാസിന്റെ മുറിയിലോ? അതെ, ഞാനിപ്പോ കണ്ടിട്ടാ വന്നേ. അവരാരും കാണാതെ പതുക്കെ നൈസായിട്ട് പുറത്തുനിന്ന് ഞാൻ മുറി അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇതിന് ഉപകാരപ്പെടുവോന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗീതുവിന് സന്തോഷമായി. ഇതിൽ പലരും സന്തോഷം കിട്ടാനില്ലോ. ഗീതു പറഞ്ഞു, ഇത് മതി, ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുണ്ടെന്ന് പറയണം. അവര് മൂന്നുപേരും തമ്മിലുള്ള ബന്ധം പൊളിച്ചെടുക്കണം. ഇനി ഇതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇങ്ങനെ ഗീതു രണ്ടും കൽപ്പിച്ച് ചെല്ലുവാണ്. കാരണം ഒരു കാരണവശാലും വെഡിങ് ആനിവേഴ്സറി സമയത്ത് സത്യദാസ് ഇനിയിപ്പം രഞ്ജു മകളാന്നുള്ള കാര്യം പറയരുത് അനാർക്കലിയുടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം തീർന്നു. അതൊക്കെ ഓർത്തപ്പോൾ ഗീതു നല്ല ടെൻഷനുണ്ട്. അയാളെ പൂട്ടാളം പറ്റി ഏറ്റവും നല്ല മാർഗമാണ്. ഈ സമയം ഭയങ്കര ഗൂഢാലോചന നടക്കുകയാണ് മുറിക്കുള്ളിൽ. സത്യാസനോട് രാധിക ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഭാസ്കരേട്ടാ, ഇനിയെങ്കിലും സത്യം പറ, അനാർക്കലിയുടെ മോൾ എവിടെയുണ്ടെന്ന് അതറിയാമെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് അനാർക്കലിക്കെതിരെ പിന്നെ ഈ കുടുംബത്തിന് പ്രയോഗിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട് അതിനെ കാണാൻ പറ്റില്ലെന്ന് നിൽക്കാം. അതൊക്കെ ശരി തന്നെയാ രാധികെ, പക്ഷെ അതങ്ങനെ പെട്ടെന്ന് പുറത്തു പറയാൻ പറ്റില്ലെന്ന് പറയണം. അതെന്താ ഭാസ്കരേട്ട ഇങ്ങനെ പറയണേ? ഒന്നുമല്ലേലും ഞാൻ ഭാര്യയെ, ഇത് മോനും അല്ലേ, ഞങ്ങളോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കണേ? സത്യം തുറന്നു പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ അത് പറയാനായിട്ടൊരു സമയമായിട്ടില്ല. പറയാനുള്ള സമയമായി കഴിയുമ്പോൾ ഞാനത് പറയാന്ന് പറയാണ്. പക്ഷെ ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വലിയ അപകടത്തിലേക്കായിരിക്കും പോയി ചാടാൻ പോകുന്നത്. അറിയാലോ, ആ വിജയലക്ഷ്മിയോട് പിടിമുറിക്കൊണ്ടിരിക്കുക. ആ വിജയലക്ഷ്മിനെ എങ്ങനെ ഇവിടുന്ന് പായിക്കണം? ഈ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും കണ്ണന്റെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്നെ ചവിട്ടി അരച്ചോണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പം സത്യാസ്വരം, നീ പേടിക്കണ്ട രാധിക, നിന്നെ ആരും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനൊന്നും പോകുന്നില്ല. അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്താണ് ഗീതു കഥവും തുറന്നങ്ങോട്ട് കയറി വരുന്നത്. ഗീതുവിന്റെ ആ വരവ് അവിടെ ഒട്ടും പ്രതീക്ഷ കാര്യമില്ല. പെട്ടെന്ന് സത്യാവസ്ഥ ഞെട്ടിപ്പോയി. കണ്ണടയൊക്കെ എടുത്ത് കണ്ണയിലേക്ക് വെക്കാൻ തുടങ്ങുവാണ്. എത്ര സമയം കണ്ണടയൊക്കെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് കണ്ണയിലേക്ക് എടുത്ത് കണ്ണട വെച്ചു. ഗീതു അതെല്ലാം നോട്ട് ചെയ്തു. എന്ത് പറ്റി? മൂന്നുപേരും ഭയങ്കര ഗൂഢാലോചനയാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് സത്യാവസ്ഥ, എന്ത് ഗൂഢാലോചന? ഞങ്ങൾ ഗൂഢാലോചന നടത്തിയതാ. ആരായി വന്നേക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് അഭിനയം അങ്ങോട്ട് കാഴ്ച വെക്കണം. ഈ സമയം ഗീത പറഞ്ഞു, ആരാ വന്നേന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാലോ മിസ്റ്റർ സത്യാസെ, പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് ഒളിച്ചു കളിക്കണമെന്ന് ചോദിക്കാം. അല്ല, നിങ്ങൾ മൂന്നുപേരും കൂടെ എന്ത് പ്ലാനാ നടത്തിയിരിക്കുന്നത്? ഞങ്ങളെ ആരെയും ഇല്ലാതാക്കണ പ്ലാൻ വല്ല ആണോ? അതോ ഇനിയിപ്പോ വിജയലക്ഷ്മി അമ്മേനെ ആണോന്ന് ചോദിക്കും. രാധിക കൊണ്ടേ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണം. എന്താ രാധികാമ്മയുടെ മുഖത്തൊരു ടെൻഷൻ, വല്ലാത്തൊരു ടെൻഷൻ ഉള്ളതെന്ന് പറയും. ഓ, അപ്പൊ നിങ്ങൾ മൂന്നുപേരും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. പക്ഷെ പുറമെ എങ്ങനെയല്ലോ, നിങ്ങൾ ശത്രുക്കളാണല്ലോ എന്ന് പറയണം. ഇത് കേട്ട വരും പറഞ്ഞു, നിനക്കിപ്പോ എന്താ വേണ്ടേന്ന് ചോദിക്കുക. എന്താ വേണ്ടേന്നോ? അതെ, നിങ്ങൾ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എനിക്ക് മിസ്റ്റർ സത്യദാസനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു, അതിന് ഞങ്ങൾ എന്തിനാ പുറത്തേക്ക് ഇറങ്ങണേ? അതിന്റെ ആവശ്യമില്ലാന്ന് പറയണം. ഈ സമയം രാധ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ പുറത്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ചോദിക്കാനുള്ള കാര്യം ചോദിക്കാം എന്ന് പറയണം. ഇത് പറഞ്ഞു, ഞാൻ വേണേൽ ചോദിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ മിസ്റ്റർ സത്യദാസന് അത് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ സത്യാസനെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗീത പറഞ്ഞു, വേണ്ട, ഇവര് പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അവരെ പുറത്താക്കുകയാണ്. അവരെ പുറത്താക്കി കഥടിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ഗീത പറഞ്ഞു, പുറത്തെങ്ങാനും വന്നിങ്ങനെ അകത്തേക്ക് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നത്തെ സ്വഭാവം എന്താന്ന്, രാവിലെ കിട്ടിയത് മറന്നു പോയിട്ടില്ലോ, അതുകൊണ്ട് ഈ പരിസരത്ത് പോലും കണ്ടേക്കല്ലെന്ന് പറയണം. അങ്ങനെ രാധികാമ്മേനെ വരുണിനെ ഓടിക്കുകയാണ്. പിന്നീട് സത്യാസിന്റെ അടുത്തേക്ക് എന്ന് ഗീതു. അതിനുശേഷം ആ കണ്ണിരുന്ന കണ്ണട പതുക്കെ അങ്ങ് എടുത്തു. അയ്യോ, എനിക്ക് കണ്ണ് കാണത്തില്ല മോളെ, ആ കണ്ണട ഇങ്ങോട്ട് തരാൻ പറയണ, കണ്ണ് കാണുന്നത്ര കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കണ്ണട എടുത്ത് താഴേക്ക് ഇട്ടിട്ട് ആ ചവിട്ടി അരയ്ക്കോടെ. ഇനി താൻ കണ്ണട ഇല്ലാതൊന്ന് കണ്ടു നോക്ക്, എന്നെ കാണാൻ പറ്റുമോ എന്ന് അറിയാലോ എന്ന് പറയണം. എന്റെ മോളെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറയണം. തനിക്ക് കാണാൻ പറ്റുന്നെന്ന് അറിയാം, കാരണം താൻ കണ്ണടച്ചു പിടിച്ചാൽ തനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് താൻ അങ്ങനെ തന്നെ കാണാതിരുന്നാൽ മതി. എടോ, താൻ ആരോടോ ശരിക്കും നീ ചോദിക്കണം. ഞാൻ ആരാന്നോ? ഞാൻ സത്യദാസൻ. താൻ സത്യദാസാണോ ഊച്ചാളി ഭാസ്കരനാണെന്ന് ചോദിക്കണം. ഇത് കേട്ടോ സത്യദാസൻ ഞെട്ടി. ഊച്ചാളി ഭാസ്കരൻ അതാരാ? അറിയത്തില്ലല്ലേ, ഇവിടുത്തെ രാധികാമ്മയുടെ മുൻ ഭർത്താവാണ് ഊച്ചാളി ഭാസ്കരൻ എന്ന് പറയണം. സത്യാസനെന്ന് വേർക്കാൻ തുടങ്ങി. എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അല്ല, അത് പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും കണ്ടെത്തില്ലെന്നോ? വെറുതെയാ, നീ വരുണിന്റെ അച്ഛനാന്നുള്ള കാര്യം എനിക്കറിയാം, ഊച്ചാളി ഭാസ്കരനാണ് രാധികാമ്മയുടെ മുൻ ഭർത്താവാന്നുള്ള കാര്യം അറിയാം. എന്നിട്ട് നീ എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ഞാൻ വിജയലക്ഷ്മിയുടെ ഭർത്താവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എടോ, നിനക്കിട്ടുള്ള പണിയും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു പറയാം. നിന്റെ മനസ്സിൽ ചില വിചാരങ്ങളൊക്കെ കാണും. അനാർക്കലിയുടെ മോൾ ആരാന്നുള്ള സത്യം ഇവിടെ എല്ലാവരോടും അങ്ങ് പറഞ്ഞേക്കാന്ന്. അങ്ങനെ എന്തേലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ കണ്ണേട്ടനോട് പറയും, നീ ഊച്ചാളി ഭാസ്കരനാണ്
രാധികയുടെ മുൻ ഭർത്താവാന്നുള്ള കാര്യം. എന്താ അത് വേണോന്ന് ചോദിക്കണം. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം ഗീതു സത്യാസനെ പെട്ടെന്നൊരു മറുപടി ഉണ്ടായില്ല. അയ്യോ മോളെ പൊന്നു മോളെ ചതിക്കൽ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാ. എടോ പറയാതിരിക്കണമെങ്കിൽ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. മേലാല് രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയില്ല. വെഡിങ് ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് കണ്ണേട്ടനോട് പലതും പ്രഖ്യാപിക്കും. ആ സമയത്ത് അറിയാതെ പോലും തന്റെ നാവിൽ നിന്ന് വീണ് പോയേക്കില്ല. വീണ് പോയിട്ടുണ്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ തനിക്ക് സ്വസ്ഥതയോടെ കഴിയാൻ പറ്റില്ല. രാധികയുടെ മുൻ ഭർത്താവാണ് താങ്കളെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ണേട്ടൻ പലതും തങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് സത്യങ്ങളെ കണ്ടെത്തും. പിന്നെ തന്റെ ജീവൻ തീർന്ന് കൂട്ടിയാൽ മതി പറഞ്ഞ് ഗീതു ഭീഷണിപ്പെടുത്തുവാണ്. അവസാനം ഗീതുവിന്റെ ഭീഷണിക്ക് വഴങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ലാതെ സത്യദാസ് ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സത്യദാസനെ ഗീതു അവിടെ ഇട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ്. ഇനി സത്യദാസ് വാല് ചുരുട്ടിക്കൊണ്ട് ഓടുന്നുള്ള കാര്യം ഗീതുവിന് ഉറപ്പായിരുന്നു. ഒരു കാരണവശാലും വെല്ലുവിളിക്കാണ്ട് വരില്ല എന്നും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.